ഇപ്പോൾ എന്താ ഈ കാര്യമായിട്ട് നോക്കാൻ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ മഴ പെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ഹോൾസിലൂടെ വെള്ളം വരും. അപ്പോൾ നമ്മൾ താറ് വെച്ച് ടാറ് വെച്ചിട്ട് ഒട്ടിക്കുന്ന സംഭവമാണ് ഈ കാണുന്നത്. അത് പകൽ ചെയ്യാനുള്ളതിന് രാത്രിയാണ് ചെയ്തത്. ഇതൊക്കെ ചെയ്ത ശേഷമാണ് അറിയുന്നത് ടാറ് കളയാനുള്ള മണ്ണെണ്ണ നമ്മുടെ വീട്ടിലില്ല. രാവിലെ അടുത്ത വീട്ടിൽ പോയിട്ട് മണ്ണെണ്ണ എടുത്ത് കയ്യിൽ ടാറൊക്കെ കളഞ്ഞിട്ട് വരുന്നതാണ് ഈ കാണുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉമ്മ രാവിലെ തന്നെ കിച്ചണിൽ കുക്കിങ്ങിനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കുന്നതും സെറ്റ് ചെയ്യുന്നതും ഒക്കെയായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പ രാവിലെ പണിക്കാരൻ വരുമെന്ന് പറഞ്ഞു. നമുക്ക് വർക്ക് ചെയ്യാൻ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ അവരെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നമ്മൾ വീടിൻ്റെ മുകളിലേക്ക് നമുക്ക് 2 ചെറിയ തേക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഏരങ്ങൾ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ മഴയും കാറ്റൊക്കെ വരുമ്പം അതിൻ്റെ ഇലേൻ്റെ കനം കാരണം ചിലപ്പോൾ ഒടിഞ്ഞ് വീഴുമെന്നുള്ള പേടിയുണ്ട്. അതിൻ്റെ ഏരങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടി പോവാണ്. തോലിറക്കുക, ഏലിറക്കുക എന്നൊക്കെ പറയും. ഇതാണ് നമ്മുടെ കോയക്ക. നമ്മളെ വീട്ടിലെ അത്യാവശ്യം എല്ലാ പണികളും വർക്കുകളും ചെയ്തു തരുന്നത്, ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ നമ്മൾ കോയക്കാണ് കേട്ടോ. അപ്പോൾ കോയക്കൊക്കെ ഏകദേശം എല്ലാ പണീനെ പറ്റി അറിയും. എല്ലാ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഓട് വെക്കുന്നത് തൊട്ട് മരം മുറിക്കുന്നത് വരെയുള്ള എല്ലാ പരിപാടിനെ പറ്റിയും. ഉമ്മച്ചി രാവിലെ കിച്ചണിൽ നമുക്ക് ചായക്ക് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ശരിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ദോശയാണുള്ളത്. ദോശ അപ്പം എന്നൊക്കെ പറയും. നമുക്ക് ഈ 2 ചെറിയ തേക്കുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഏരം ഇറക്കാൻ വേണ്ടി, അതായത് മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് ഏരം നമ്മുടെ വീട്ടിലേക്ക് വീഴാതെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് കോയക്ക വന്നിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ചെറിയ കൊക്ക ഉണ്ട് കേട്ടോ. അതിൻ്റെ കുരുവാണ് ഈ കാണുന്നത്. ഇത് കുരു വീണ് മുളച്ചിട്ടുണ്ട്. കമത്തോടിൻ്റെ ഉള്ളിലൊക്കെ കൊക്ക ഉണ്ട്. അപ്പോൾ നമ്മൾ കോയക്ക രാവിലെ വന്ന് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും വന്ന് പണി തുടങ്ങും. പോട്ടെ, ഞാൻ നിൽക്കണ ആവശ്യമുണ്ടോ? ഞാൻ ഇതിലേ പോവാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഈ പണി തീർത്തിട്ട് വേണം നമുക്ക് പള്ളിയിലൊക്കെ പോകാൻ വേണ്ടി. ആ പോയിട്ട് പോയിട്ട് അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ മുകൾ ഭാഗം കേട്ടോ. നമുക്കിവിടെ അധികം സ്ഥലമൊന്നുമില്ല. ഇത് വളരെ ചെറിയൊരു നാരോ വഴിയാണ് കേട്ടോ. ഇവിടെ നിന്ന് സ്ലിപ്പായ നേരെ താഴെ വീഴും. പിന്നെ നമുക്കിവിടെ ചെറിയൊരു ടാങ്ക് ഉണ്ട്, വാട്ടർ ടാങ്ക്. ഇത് മുന്നേ കെട്ടിവെച്ച വാട്ടർ ടാങ്കാണ്. പിന്നെന്താ വെള്ളം ലീക്ക് ആയതുകൊണ്ടോ എന്തോ ഒരു കാരണം പറഞ്ഞ ശേഷം ഒഴിവാക്കിയതാണ്. നമുക്ക് ഈ വാട്ടർ ടാങ്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് മീൻ വളർത്തുകയൊക്കെ ചെയ്യാൻ തോന്നും. ഇതാണ് ഗൈസ് അമ്പഴങ്ങ. നമുക്കിവിടെ ചെറിയ അമ്പഴങ്ങളുണ്ടായിരുന്നു കേട്ടോ. അത് വീടിൻ്റെ നേരെ മുകളിലായതുകൊണ്ട് ഇത് ഈ കാണുന്ന തടിയും ഇലയൊക്കെ, ഇവിടെ കാണുന്ന ഇലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അമ്പഴങ്ങ മരത്തിൻ്റെയാണ് കേട്ടോ. അത് നേരെ വീടിൻ്റെ മുകളിലായതുകൊണ്ട് വീടിൻ്റെ ഭീഷണി ആയതുകൊണ്ട് അത് മുറിച്ച് കളഞ്ഞതാണ്. ഈ കാണുന്ന കുറ്റിയുണ്ടോ, ഇതാണ് അമ്പഴങ്ങൻ്റെ കുറ്റി. ഈ കാണുന്ന തടിക്കഷ്ണം അമ്പഴങ്ങൻ്റെ മരത്തിൻ്റെ തടിയാണ് കേട്ടോ. ആ മുറിച്ചതിൻ്റെ തടിയാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇലകളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. നമുക്കിവിടെ കുഞ്ഞൊരു കൊക്കമരം കേട്ടോ, വളരെ കുഞ്ഞു കൊക്കമരം. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നമുക്ക് ഒരു കൊക്കമരമൊക്കെ വീട്ടിലുണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമല്ലേ. അത് ഇടുക്കി എന്ന് പറയുമ്പം ഇടുക്കീൻ്റെ
ഏറ്റവും വലിയ എന്താ പറയണ്ടേ ഐഡൻറ്റിറ്റിയിൽ പെടുന്ന ഒന്നാണ് ഈ കൊക്കോ, പിന്നെ നമ്മുടെ ഈ ഏലക്ക ഉണ്ടല്ലോ അതൊക്കെ. അങ്ങനെ എനിക്ക് 2 കുഞ്ഞു കൊക്ക കിട്ടി കേട്ടോ. ഇതിനുള്ളിൽ കൊക്ക ഉണ്ടോ അതോ മോശമാണോ കേടാണോ എന്നറിയില്ല, പക്ഷെ ഇത് ഭയങ്കര ഒരു രസമുള്ള സംഭവം. നമ്മൾ വീട്ടിലോട്ട് വണ്ടി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ വണ്ടി കയറ്റുന്ന ഈ ചെറിയൊരു വഴിയിലൂടെയാണ് കേട്ടോ. ബൈക്ക് കയറുള്ളൂ, ഓട്ടോറിക്ഷയൊന്നും കയറില്ല. അപ്പോൾ ഓട്ടോറിക്ഷ നമ്മൾ പുറത്താണ് ഇടുന്നത്. അപ്പം താഴോട്ട് ഇറക്കാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള സംഭവം. പിന്നെ ഈ വീട് കണ്ട് നിങ്ങൾക്ക് പരിചയമുണ്ടോ ഏതെങ്കിലും വീഡിയോയിൽ? അപ്പോൾ കാശ് ഞാൻ പുറത്ത് പോയി വന്നപ്പോഴേക്കും ഉമ്മ അവർക്ക് കാപ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് അതൊന്ന് മാറ്റിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇത് കാണുന്ന പോലെയല്ല, തേക്കിൻ്റെ ഇലയൊക്കെ നല്ല വെയിറ്റാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് മണ്ണിനടിയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഈ സംഭവം. നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഓർമ്മകളിൽ മാത്രമുള്ള നമ്മുടെ കീപാഡ് ഫോൺ. വേണം മൊബൈൽ വേണം. മൊബൈൽ പണ്ടത്തെ മൊബൈൽ നോക്ക്, സ്വിച്ചുള്ള കുറണം മറ്റേ മുൻഷിയിലെ മറ്റേ പെണ്ണ് മറ്റേ അയാൾ വരുന്ന പൂങ്കോഴി കൊത്തു. ഇതുപോലെ ഷീറ്റ് ഇടാൻ ഞാൻ പറഞ്ഞു അടുക്കളയില്. വൈകുന്നേരം പഴം പിടിച്ചു മരോ പഴം പഴം കഴിച്ചോ? നല്ല ചെറുപഴം കൊടുത്താൽ അങ്ങനെ 4 തിന്നു. 2 പേരുണ്ട്. മുട്ടയിടുണ്ടോ? മുട്ടയിടും. നമ്മൾ അടുത്ത വീട്ടിൻ്റെ അടുത്ത കുട്ടിയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും പെറ്റായിട്ട് പട്ടിയും പൂച്ചയൊക്കെ ഉള്ള പോലെ ഇവളുടെ പെറ്റാണ് കേട്ടോ ഈ കോഴി. ഇതൊരു കൂട് കെട്ടി കൊടുക്കത്തില്ലായിരുന്നു ഇവിടെ? എപ്പോ ഇത് ഇന്ന് മുട്ടിയതോ? ഇത് ഇന്നലെ മുട്ടിയത്. ഇത് ഇന്ന് ഒരാഴ്ചയായി. അങ്ങനെ അതിങ്ങനെ നമ്മൾ പണിയെടുക്കുമ്പോ ബക്കയില് മുട്ടുന്നു. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു വന്നു കേട്ടോ. അതിന് ഭക്ഷണം കഴിച്ച് നേരെ പള്ളിയിലോട്ട് പോകാനുള്ള ഒരുക്കം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉമ്മച്ചയാക്കി നല്ല ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി സമൃദ്ധമായിരുന്നു. പള്ളിയിൽ പോകാൻ വേണ്ടി ഉപ്പാക്ക് എനിക്കുള്ള ഡ്രസ്സൊക്കെ ഉമ്മ അയൺ ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഉപ്പാക്കുള്ള ഡ്രസ്സ് അയൺ ചെയ്യായിരുന്നു. അപ്പോൾ എന്തായാലും ഇസ്തിരിപ്പെട്ടിക്ക് ചൂടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെയും കൂടെ അയൺ ചെയ്ത് തരുന്നതാണ്. ഞാൻ പറഞ്ഞു ഇടുക്കി ഇപ്പോൾ റംബൂട്ടാൻ്റെ നാട് പോലെ കേട്ടോ. എവിടെ നോക്കിയാൽ റംബൂട്ടാൻ. നമ്മുടെ പള്ളിയാണ്, പള്ളിയിൽ റംബൂട്ടാനാണ്. ഇത് ഞാൻ കാണുന്നതാണ് കേട്ടോ നമ്മളെ വീട്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നല്ല മഴയാണ് കേട്ടോ പുറത്ത്. വീട്ടിലോട്ട് പോകാൻ പറ്റാത്ത ഓട്ടോറിക്ഷയിൽ തന്നെ ഇരിക്കുകയാണ് ഞാൻ. കുറേ സമയം വെയിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് മഴ കുറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു തോർത്തെടുത്ത് തലയിലിട്ട് ലാസ്റ്റ് വീട്ടിലോട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ പള്ളി കഴിഞ്ഞ് നേരെ അഫി നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ. അഫിയുണ്ട്, ഇക്കായുണ്ട്, പിന്നെ നിധിയുണ്ട് കേട്ടോ. നിധി അവിടെ നിന്ന് കിട്ടിയ പേനയും കൊണ്ട് ഉമ്മാൻ്റെ മുഖത്ത് വരച്ചിടുന്നു കേട്ടോ. രണ്ടും കൂടി വന്നപ്പോൾ തുടങ്ങിയ കളിയാണ്. എപ്പോഴും പോലീസ് ചെക്കിങ്ങിനും ഒക്കെ നമ്മുടെ വീടിന് മുന്നിലാണ് കേട്ടോ. അപ്പോൾ അഫിയും ഞാനത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ. വായിൽ പൈസ വെക്കില്ലടാ. പൈസ പിച്ചക്കാരൊക്കെ കയ്യിലൊക്കെ ചൊറിയൊക്കെ പിടിച്ച ആൾക്കാരൊക്കെ കുത്തുന്നവന് പൈസ.
ഓ ഞാൻ മാറൊന്നുമില്ല. ഓ എന്തിനാ കൊച്ചിയില് കൊച്ചിപ്പുറത്തിലിരുന്നോന്നേ. കൊച്ചിന്റെ കസരിയാന്നേതാ ഓ മക്കളെ കസരിയാന്നോടാ. മോന്തേക്ക് ഇരിക്കണം. ഒറ്റക്ക് കയറി ഇരിക്കുവോ? എൻ്റെ അമ്മോ. ഇടുക്കി ആയതുകൊണ്ട് പിന്നെ വേറൊരു സംഭവം കൂടി കിട്ടും കേട്ടോ, പൈനാപ്പിൾ. ഇവിടെ ഒരുപാട് പൈനാപ്പിൾ ഉണ്ട്, നമ്മളെ തോട്ടമൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മായും ഉപ്പായും അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മളെ ബന്ധു വീട്ടിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൈനാപ്പിളൊക്കെ കൊണ്ടുവരാം കേട്ടോ. പിന്നെ വേറൊരു സംഭവമാണ് റംബൂട്ടാൻ. ഇടുക്കിയിൽ എവിടെ നോക്കിയാലും റംബൂട്ടാനാണ് കേട്ടോ. പിന്നെ അഫീ ഞാനങ്ങനെ പോലീസുകാരെ ഈ ഫൈനും കാര്യങ്ങളൊക്കെ ചായയും കുടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം പഴുത്ത പൈനാപ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്, അടിപൊളി. കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനും ഉപ്പായും കൂടി മോട്ടർ ഇടാൻ പോകുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മോട്ടർ ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമാണ് കേട്ടോ. കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഒരു 1/2 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ വീട്ടിലും അങ്ങനെയാണ് കേട്ടോ. ഏതെങ്കിലും ഒരു കിണറുണ്ടാവും, ആ കിണറ്റിൽ നിന്ന് എല്ലാവരും മോട്ടർ ഇട്ട് വെള്ളം എടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു അവകാശമൊക്കെ പൈസ കൊടുത്ത് എഴുതി വാങ്ങി അങ്ങനെയാണ് നമ്മൾ വെള്ളം എടുക്കുന്നതൊക്കെ. നമ്മൾ കാസർഗോഡ് പോലെയല്ല, കാസർഗോഡ് എല്ലാ വീട്ടിലും സ്വന്തമായിട്ട് ചിലപ്പോൾ കിണറുണ്ടാവും. ഇതാണ് നമ്മുടെ എടന എന്നൊക്കെ പറഞ്ഞ സംഭവം കേട്ടോ. നമ്മളെ കുമ്പിൾ എന്നൊക്കെ പറയും. കുമ്പിൾ ഈ ചക്കയൊക്കെ വെച്ചിട്ട് അപ്പാക്കുന്നില്ലേ, അത് ഇത് ഈ ഇലയിലാണ് കേട്ടോ. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. നമ്മൾ കാസർഗോഡ് വീട്ടിൽ ഞാൻ ആഷിനൊക്കെ ഞങ്ങൾ പോയി പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതിൽ ചക്ക ചുടുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ്, ഭയങ്കര സ്മെല്ല്, ഭയങ്കര ഇഷ്ടമാണ് എനിക്കിതിൻ്റെ. അങ്ങനെ ഉമ്മിച്ച് എന്തോ കാടോ എന്തോ തപ്പുന്ന സമയത്താണ് ഞാൻ ഈ ഫോട്ടോസ് കണ്ടത് കേട്ടോ. എൻ്റെ ചെറുപ്പകാലം തൊട്ടുള്ള എല്ലാ ഫോട്ടോസും ഉണ്ട് കേട്ടോ. ഒരു 3 കാലഘട്ടത്തിലുള്ള ഫോട്ടോ ഉണ്ട് ഇതിൽ. ഞാൻ ഏഴിൽ പഠിക്കുമ്പോൾ എടുത്ത ഫോട്ടോ അത്. 7 പഠിക്കുമ്പോൾ 3 പഠിക്കുമ്പോൾ 7 പഠിക്കുമ്പോൾ പിന്നെ ഒന്ന് +2 പഠിക്കുമ്പോൾ, പിന്നെ ഒന്ന് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, അങ്ങനെ 3 കാലഘട്ടത്തിലെ ഫോട്ടോ ആണ് കേട്ടോ. ഇതെൻ്റെ കുഞ്ഞി ഫോട്ടോ. ഈ ഫോട്ടോയിൽ ഞാൻ ആരെപ്പോലെയാണെന്ന് അറിയണമെങ്കിൽ ഈ ഫോട്ടോ നോക്കിയാലേ പറ്റുള്ളൂ കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഞാൻ ആരെപ്പോലെയാണെന്ന്. എന്തെങ്കിലും രൂപസാദൃശ്യമുണ്ടോ? ഉണങ്ങി ഇനി ചക്ക വിട്ടിട്ട് അറിയില്ലേ വരുമല്ലോ, കായൊക്കെ വരുമോ? വീടല്ലേ ഇത്? നമുക്ക് അടുത്ത വീട്ടിൽ ഇത്ത തന്നെയാണ് കേട്ടോ.
അവരവിടെ നിന്ന് പോയിട്ടാകുമ്പോൾ അവർക്ക് കിട്ടിയ റംബുട്ടാനിൽ കൊട്ട് കുറച്ച് നമുക്ക് തന്നെ കേട്ടോ, റംബുട്ടാനും പിന്നെ ഉമ്മാൻ്റെ അനിയത്തീൻ്റെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഈ മാങ്ങ. നാളെ വെട്ടാം, മഴയത്തേക്ക് പോയി അപ്പോൾ വെളുക്കാണ്ടിരിക്കും. പിന്നെ ധാരാളം മഴയത്ത് വെച്ചാൽ പഴുക്കൂല. അത് മതി. എത്രണ്ണം കൊണ്ടു? 2? മേടിക്കാതെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കണം അല്ലേ? നിങ്ങൾ അടിപൊളി സാധനം. അപ്പോൾ ഗൈസ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ കണ്ട് ഉമ്മായും ഉപ്പായും പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് നേരെ പുറത്തേക്ക് പോകണം അവരോട് ഇരിക്കാൻ വേണ്ടി. അപ്പം നല്ല ചക്കയല്ല കപ്പയാണ് കേട്ടോ. നല്ല കപ്പയാണ് കേട്ടോ, നല്ല നാടൻ ഇടുക്കി കപ്പ. അപ്പോൾ ഞാൻ നേരെ പുറത്ത് അവരോട് ഇരുന്ന് മഴയൊക്കെ കണ്ട് ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വിശേഷം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ അമർത്താം കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.